കോട്ടയം മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ഉടൻ മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പായില്ല. ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റണമെന്നായിരുന്നു തീരുമാനം. മെയ് 30-നാണ് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും പങ്കെടുത്ത ആ യോഗം നടന്നത്. ഉദ്യോഗസ്ഥ വീഴ്ച വ്യക്തമാക്കുന്ന രേഖ 24 ലഭിച്ചു. വിജയകുമാർ വളരെ കൃത്യമായി തന്നെ ഈ മിനിറ്റ്സിൽ, ഇതൊരു സർക്കാർ രേഖയാണ്, ആ രേഖ അതായത് മെയ് മാസം 30-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കോൺഫറൻസ് ഹാളിൽ തുറമുഖ സഹകരണ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ ശിശു ക്ഷേമ മന്ത്രി ഈ നടത്തിയ യോഗത്തിൻ്റെ നടപടിക്കുറിപ്പാണിത്. ആ നടപടിക്കുറിപ്പ് പ്രകാരം ഡോക്ടർ വിശ്വനാഥൻ KV, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻചാർജ്, അദ്ദേഹമാണ് ഇതിൽ ആമുഖമായി സംസാരിച്ചത്. അതിൽ വളരെ കൃത്യമായി നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അതിൽ തീരുമാനത്തിലെ നമ്പർ 2, സർജിക്കൽ ബ്ലോക്കിലെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പൂർത്തിയാകുന്ന ഇടങ്ങളിലേക്ക് അതാത് വിഭാഗങ്ങളെ മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ നടപടി ചുമതല. വിജയകുമാർ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ സർക്കാർ മെഡിക്കൽ കോളേജ് കോട്ടയം എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഒരു മന്ത്രിതല യോഗം ഈ കാര്യത്തിൽ അവിടെ നടന്നിരുന്നു. ആ യോഗത്തിൽ നിർണായകമായ തീരുമാനമെടുത്തു. അതിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല, എത്രയും പെട്ടെന്ന് തന്നെ രോഗികളെ അങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ളത്. ഇതിൻ്റെ വിശദമായ വിശദാംശങ്ങൾ വലതും ഈ മിനിറ്റ്സിലുണ്ട്.